ഹലോ ഗൈസ്, മണാലിയിലുള്ള എൻ്റെ ട്രാവൽ സൈറ്റിലെ 4ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മണാലിയുടെ ശാന്തമായ പ്രകൃതിയും സഞ്ചാര അനുഭവങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയും. എല്ലാവരെയും കൂട്ടി രാവിലെയാണ് മണാലി വന്ന് ഇറങ്ങിയത്. ഇനി ഇവിടുന്ന് വേറെ വണ്ടി പിടിച്ച് ഹോട്ടലിലേക്ക് പോകണം. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത വണ്ടിയായ ട്രാവലറിലേക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി വെക്കുക. മെയിൻ റോഡിൽ നിന്ന് ഹോട്ടലിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അങ്ങനെ ഹോട്ടലിലെത്തി. ഇനി അടുത്ത 2 ദിവസം നമ്മൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. പുറത്തുനിന്ന് കാണാൻ ചെറുതാണെങ്കിലും അകത്തേക്ക് അത്യാവശ്യം വലുപ്പവും. എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കയറി അവരുടെ റൂം അതുപോലെ ഇന്നത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നിവർക്ക് മണാലി സൈറ്റ് സീയിങ് ആണ് കാണിക്കേണ്ടത്. ഹോട്ടലിന്റെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ വേറൊരു കാഴ്ച കണ്ടു. കടന്റെ ഫ്രണ്ടിൽ മഞ്ഞ് നിറഞ്ഞ കാരണം അതൊക്കെ വാരിയിട്ട് ഇപ്പൊ റോട്ടിലേക്ക് ഇടുക. കാരണം വെയിൽ കൊണ്ടിട്ടും വേറെ വണ്ടികൾ കയറിയിട്ടും അതൊക്കെ അലിഞ്ഞു പോകും. ഈ ഹോട്ടൽ റൂമിന്റെ ജനാലിൽ കൂടെ നോക്കുമ്പോൾ പുറത്തേക്കുള്ള ഒരു വ്യൂ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ദൂരത്തായി നമുക്ക് മഞ്ഞ് മൂടിയ മലകളും താഴെ ഗ്രാമത്തിലെ വീടുകളും ഹോട്ടലുകളും നിറഞ്ഞ ഒരു മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചു നേരം മലയിലേക്ക് നോക്കിയാൽ നമ്മളെ ഒരു സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോകും. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ കാണുന്ന ഓരോ കാഴ്ച. ചില കാര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നേരിട്ട് വന്ന് കണ്ടാലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കൂട്ടി സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ഞങ്ങൾ ആദ്യം പോകുന്നത് ഹഡിംബ ടെമ്പിളിലേക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് വണ്ടിയിൽ പോകാനുണ്ട്. അവിടെ എത്തി കുറച്ച് ദൂരം നടക്കാനും. അഡ്വഞ്ചർ വേണ്ടവർക്ക് ഇവിടെ ഓഫ് റോഡ് ബൈക്കൊക്കെ റെന്റിന് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2.5-3 കിലോമീറ്റർ നമുക്ക് നടക്കാൻ തന്നെയുണ്ട്. നടന്ന് മലിന്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലും കൂടി കയറണം. ഇതിന്റെ ഏറ്റവും മേലെയാണ് ഹഡിംബ ടെമ്പിൾ ഉള്ളത്. മലിന്റെ മേലെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ട്രക്ക് ചെയ്യുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. കാരണം കുത്തനെയും ചരിഞ്ഞിട്ടൊക്കെ കയറ്റമൊക്കെ ഉണ്ട്. താഴ്ന്ന് കാണുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കയറി പോകാന്നൊക്കെ വിചാരിക്കും. പക്ഷെ കയറുമ്പോഴാണ് അതിന്റെ കഷ്ടം അറിയുന്നത്. പോകുന്ന വഴി ഇങ്ങനത്തെ മഞ്ഞ് വീണ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കുറച്ച് ദിവസത്തിന് മുന്നാണ് ഇവിടെ സ്നോഫാൾ പെയ്തത്. അപ്പൊ അതിന്റെ മഞ്ഞാണ് അവിടെ ആയിട്ട് കാണുന്നത്. പോകുന്ന വഴി പിള്ളേർ ഒരു കാളനെ കണ്ടു. അപ്പൊ അതിനെ നോക്കി നിൽക്കും. നല്ല കഴിവുള്ള കലാകാരന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആള് ചെയ്ത ഓരോ പെയിന്റിങ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓരോ ചിത്രവും മൈനൗട്ടായി നല്ല ഭംഗിയോടെയാണ് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണാലിയിലെ ഫേമസ് ആയ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളുടെയും ചിത്രം ആളിവിടെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരത്തിന്റെ നടത്തത്തിന് ശേഷം നമ്മൾ ഹഡിംബ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. മണാലിയുടെ പ്രകൃതിയിൽ മൂടിയ ഒരു പാരമ്പര്യ ക്ഷേത്രമാണ് ഹഡിംബ ടെമ്പിൾ. ഹഡിംബ ദേവിയുടെ ആരാധനയ്ക്കായി ഇത് ശില്പശാലകളും സമാധാനവും നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ്. അവിടെ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടുമുട്ടി. ജെഫ്രി എന്നാണ് പേര്. ആളൊരു ട്രാവലറും കൂടിയാണ്. മലയുടെ മേലെന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുക. ആഴത്തായി നദിയും മുകളിലൂടെ പാലവും ചുറ്റും ഹോട്ടലുകളും വീടും കടകളുമാണ് കാണാൻ പറ്റുക. നദിയുടെ 2 വശത്തായിട്ടും മഞ്ഞുകെട്ടുകൾ അലിയാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നദിയിൽ കൂടുതലായി വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും മഞ്ഞ് അവിടെ തന്നെ കിടക്കുന്നത്. താഴത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾ മഞ്ഞിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ മേലെന്ന് കണ്ട നദി. താഴെ ഇറങ്ങിയപ്പോൾ വലുതായിട്ട് വെള്ളമൊന്നുമില്ല. അതിന്റെ അപ്പുറത്തായിട്ട് ഒരു ചായക്കടയും കൂടിയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടത്തതിന് ശേഷം നമ്മൾ മാൾ റോഡ് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം.